അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വോയിസ് ഓഫ് അബീസ് ആൻഡ് ഫെസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. അജ്മീർ എന്ന് പറയുമ്പോഴേക്ക് നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു നാമമുണ്ട്. നാം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ആ ശബ്ദം നമ്മുടെ കാതുകൊണ്ട് കേട്ടിട്ടില്ല, ആ ആത്മീയത ജീവിതകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ഏറ്റവും കൊടുത്ത കുടുംബാംഗത്തെ പോലെ, വീട്ടിലൊരു അംഗത്തെ പോലെ നമുക്കൊക്കെ സുപരിചിതമായ അള്ളാഹുവിൻ്റെ വലിയ ചില ഔലിയാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാന്റെ ഹദറത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇതാണ് മഹാന്റെ മഖ്ബറിലേക്ക് പോകുന്ന കവാടം. കണ്ടോ, യാ ഗരീബ് നവാസ് എന്ന് പച്ച കളറിൽ ലൈറ്റ് കൊണ്ട് എഴുതിയാണ് നിങ്ങൾ. ഇതാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ഹദറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അജ്മീർ ഖാജിയുടെ ദർഗയും അവിടെ ശരിക്കും ക്യാമറ എടുക്കാൻ പറ്റൂല, എന്നാലും പരിസരമൊക്കെ ഞാൻ കാണിച്ചാൽ എൻ്റെ കുടുംബങ്ങൾക്ക്. നിങ്ങളൊക്കെ ഇവിടെ വരണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വന്നവരുണ്ടാകും, വന്നവർക്കും വരാത്തവർക്കും ഇനി ഇവിടെ വരാനും സിയാറത്തിനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഭക്ഷണത്തിന് വരിക്കണം. ഒക്കെ ഭക്ഷണത്തിന് വരിക്കണം. നമ്മളെ വീട്ടിൽ ഭക്ഷണം എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. കഫയും കുഴിമന്തിയും ഫ്രൈഡ് റൈസും ഒരു കല്യാണത്തിന് പോയാൽ ചോറ് പൗതി വായിക്കും, പൗതി വേസ്റ്റിക്കുമാണ് അല്ലേ. അള്ളാഹനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. മനസ്സിലാകണ്ട. ഞാൻ ഇന്നലെ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിലൊക്കെ കഴിയുന്ന മക്കളെ കണ്ടപ്പോൾ കണ്ണിന്ന് വെള്ളം പൊട്ടിപ്പോയി. പൊന്നാര സഹോദരന്മാരെ 2 കാല് ചപ്പാത്തിക്ക് വേണ്ടി, 2 റൊട്ടിക്ക് വേണ്ടി എത്ര നേരമാണ് അവരൊക്കെ വരിക്കണത്. അവരെ കണ്ണും മൂറും കണ്ടപ്പോൾ, മുഖവും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാതെ വേദന തോന്നിപ്പോയി. നമ്മളെ മക്കളൊക്കെ ആഴ്ച 2 കൂടി ഡ്രസ്സ്, അത് മുന്തിയ ഡ്രസ്സ്, നല്ല ഫുഡ് വേണം, ഷവർമ്മ, റോസ്റ്റ്, അൽഫാം. നമ്മളെ പ്രായമുള്ള മക്കൾ 2 റൊട്ടിക്കും വേണ്ടി വരിക്കാണ്. നമ്മൾ നാലച്ചോക്കാണ്. ഇതൊക്കെ അജ്മീറിൻ്റെ ഇത് ഭാഗങ്ങളാട്ടാണ്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. മഖബറ ഉള്ളിലോട്ടൊന്നും ഈ ക്യാമറ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പക്ഷേ എൻ്റെ തിരൂർ ഫലാത്തിൻ്റെ കുടുംബങ്ങളെ മറന്നിട്ടുള്ള ഒരു സംഭവം എനിക്കില്ല. എൻ്റെ വോയിസ് ഓഫ് അബീസ് ആൻഡ് ഫെസി എന്ന ചാനൽ ഒരുപാട് നന്മകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇജാത്ത് ഫൗണ്ടേഷനും തിരൂർ ഫലാത്ത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങൾ, ആളുകൾ, ജനങ്ങൾ വീഴുകയാണ്. പുത്തനവാദികളും വികല വീക്ഷണക്കാരൊക്കെ ഔലിയാക്കന്മാരെ താറടിച്ചാലും, മഹാന്മാരെ ഇകഴ്ത്തി കാണിച്ചാലും, ഇവരെ കറാമത്ത് നിഷേധിച്ചാലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗം എന്നും ഈ ഭൂമി ലോകത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഇഷ്ക വെക്കുന്ന ഒരു തലമുറ എന്നും ഈ ലോകത്തുണ്ടാകും.